ഈ സംഭാഷണം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. സോളാ സ്ക്രിപ്റ്റുറ എന്നതിൻ്റെ ഡെഫിനിഷൻ വളരെ കൃത്യമായിട്ട് ജിനു ബ്രദർ അവതരിപ്പിച്ചു. ഞാൻ അതിൻ്റെ ഏറ്റവും ഷോർട്ട് ഫോം ഒന്നുകൂടെ പറയാം. സോളാ സ്ക്രിപ്റ്റുറ എന്നതും സോളോ സ്ക്രിപ്റ്റുറ എന്നതും രണ്ടാണ്. സോളോ എന്ന് പറഞ്ഞാൽ അത് ബൈബിൾ ഒള്ളി എന്ന അർത്ഥമാണ്. സോള എന്ന് പറഞ്ഞാൽ ബൈബിൾ എലോൺ എന്ന അർത്ഥമാണ്. ഇത് തമ്മിൽ ടെക്നിക്കലി വായിക്കുമ്പം വലിയ വ്യത്യാസമില്ലെങ്കിൽ അതിൻ്റെ വിശദീകരണത്തിൽ വ്യത്യാസമുണ്ട്. സോളാ സ്ക്രിപ്റ്റൂറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ ഈസ് ദ ഒള്ളി ഇൻഫാലിയബിൾ അതോറിറ്റി ഓഫ് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ്. ഒന്നുകൂടെ പറയാം, സ്ക്രിപ്ചർ ഈസ് ദ ഒള്ളി ഇൻഫാലിയബിൾ അതോറിറ്റി. അതിൻ്റെ കീഴിൽ മൂപ്പന്മാരെ ദൈവസഭയ്ക്ക് നൽകിയിട്ടുണ്ട്, ഡീക്കൻസിനെ ദൈവസഭയ്ക്ക് നൽകിയിട്ടുണ്ട്, പിന്നീട് എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ ദൈവത്താൽ നടന്നിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് അതോറിറ്റി, ഫൈനൽ അതോറിറ്റി, സുപ്രീം അതോറിറ്റി തിരുവെടുത്ത് മാത്രമാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം താഴെ കമൻറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് പോവുകയാണ്. ചരിത്രപരമായി സോളാ സ്ക്രിപ്റ്റുറയാണ് സഭ കൈമാറിയത്, അല്ലെങ്കിൽ സഭ ആദ്യകാലം മുതൽ, ഞാൻ 2, 3, 4 നൂറ്റാണ്ടിലേക്ക് നിങ്ങളെ പെട്ടെന്ന് കൊണ്ടുവരാം. സിറിൽ ഓഫ് ജെറുസലേം, എല്ലാവർക്കും പ്രിയങ്കരനായ അനുഗ്രഹിക്കപ്പെട്ട ആ സഭാപിതാവ് സിറിൽ ഓഫ് ജെറുസലേം പറയുന്ന ഒരു കാര്യം, ആ സോളാ സ്ക്രിപ്റ്റുറ എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നത്, സ്നാനത്തിനായിട്ട് തയ്യാറെടുക്കുന്നവരെ പഠിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ അല്ല കേട്ടോ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നവരെ പഠിപ്പിക്കുകയാണ്. സ്നാനത്തിനായിട്ട് തയ്യാറെടുക്കുന്നവരെ പഠിപ്പിക്കുകയാണ്. ദൈവിക തിരുവെഴുത്തുകളിലല്ലാതെ വിശ്വാസത്തിന്റെ ദിവ്യവും വിശുദ്ധവുമായ രഹസ്യങ്ങൾ പോലും കൈമാറേണ്ടതില്ല. ദൈവിക തിരുവെഴുത്തുകളിൽ നിന്ന് ഞാൻ പറയുന്നതിന്റെ തെളിവ് നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിലല്ലാതെ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ എന്നെ വിശ്വസിക്കരുത്. നമ്മുടെ വിശ്വാസത്തിന്റെ സുരക്ഷയും സംരക്ഷണവും പിന്തുണയ്ക്കുന്നത് സംസാരത്തിന്റെ ചാതുര്യത്തിലല്ല, തിരുവെഴുത്തുകളുടെ തെളിവുകളിലൂടെയാണ്. മനസ്സിലായല്ലോ? അതായത് ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനം എന്നുള്ളത് എൻ്റെ വാക്കുകളിലല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ അതോറിറ്റി അത് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിലാണെങ്കിൽ വേണം നിങ്ങൾ അംഗീകരിക്കാൻ. ദാറ്റ് ഈസ് സോളാ സ്ക്രിപ്റ്റൂറ. അഗസ്റ്റിൻ ജെറോമിന് എഴുതുന്ന ലേഖനത്തിനകത്ത്, അതിൻ്റെ പ്രലോഗിനകത്ത് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിനകത്തുണ്ട്, ഐ ഹാവ് ലേൺ ടു ഹോൾഡ് ഓൺലി ദ ഹോളി സ്ക്രിപ്ചർ ഇന്നറന്റ്. സെന്റ് അഗസ്റ്റിൻ ജെറോമിനോട് പറയുകയാണ്, നമ്മുടെ എഴുത്തുകൾ, അതിൻ്റെ വിശദീകരണം നിങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്ത് അറിയാവുന്നവരുണ്ടല്ലോ, അതിൻ്റെ വിശദീകരണം വായിച്ചാൽ മതി. നമ്മുടെ എഴുത്തുകൾ തെറ്റാം, നമ്മൾ ആരും ഇൻഫാലിബിൾ അല്ല, നമ്മുടെ എഴുത്തുകൾ ഇന്നറന്റ് അല്ല, എന്നാൽ സ്ക്രിപ്ചർ മാത്രമാണ് ഇന്നറന്റ്, അവര് മാത്രമാണ്, ദേ ആർ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം എറർ എന്നാണ് അഗസ്റ്റിൻ പറഞ്ഞത്. അഥനേഷ്യസ് എന്ന് പറയുന്ന 4-ാം നൂറ്റാണ്ടിലെ ഏറ്റവും നമ്മളൊക്കെ വളരെ ബഹുമാനിക്കുന്ന ആ സഭാപിതാവ് പറഞ്ഞത്, ദ സേക്രഡ് ആൻഡ് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആർ സഫിഷ്യന്റ് ടു ഡിക്ലെയർ ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ, സോളാ സ്ക്രിപ്ചറുടെ ഒരു വിശദീകരണ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ സഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ്. എന്തിന് സഫിഷ്യന്റ്? ഒരുവന് നിത്യജീവൻ നേടാനും ഒരുവന് ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കാനും വേണ്ട സഫിഷ്യൻസി സ്ക്രിപ്ചറിനകത്തുണ്ട് എന്നതാണ് ഞങ്ങളുടെ ആ സോളാ സ്ക്രിപ്റ്റുറ എന്ന ആ തലക്കെട്ട് വരുന്നതിൻ്റെ അതിൻ്റെ മെയിൻ ഹെഡിങ് എന്നുള്ളത് ഇൻസ്പിരേഷൻ ഓഫ് ദ സ്ക്രിപ്ചർ എന്നാണ്. അതിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണിത്. ആ കാര്യത്തെ അഥനേഷ്യസ് തൻ്റെ സംവാദത്തിൽ പറയുന്ന, തൻ്റെ എഴുത്തുകളിൽ പറയുന്ന കാര്യം, ഈ സേക്രഡ് ആൻഡ് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആർ സഫിഷ്യന്റ് ടു ഡിക്ലെയർ ദ ട്രൂത്ത്. ഇതാണ് സോളാ സ്ക്രിപ്റ്റുറയുടെ വിശദീകരണ അർത്ഥം. അദ്ദേഹം പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഡിവൈൻ സ്ക്രിപ്ചർ ഈസ് സഫിഷ്യന്റ് എബവ് ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ റോമൻ മാജിസ്റ്റീരിയം അല്ല, പിന്നീട് വന്ന എക്ലീഷിയാസ്റ്റിക്കൽ ട്രഡീഷൻ ആകട്ടെ, അപ്പോസ്റ്റോലിക് ട്രഡീഷൻ എന്ന് പറയുന്നതാകട്ടെ, ഇതൊന്നുമല്ല. അഥനേഷ്യസ് പിതാവ് പറയുന്നത് ഡിവൈൻ സ്ക്രിപ്ചർ ഈസ് സഫിഷ്യന്റ് എബവ് ഓൾ തിങ്സ്. എൻ്റെ കമൻറ്റിൽ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇവരോട് നിങ്ങൾക്ക് എന്നാ ബന്ധം? ആ ബന്ധം കൂടെ ഞാൻ പറഞ്ഞു വിടാം. നിങ്ങളുടെ ദൈവശാസ്ത്രവും ഞങ്ങളുടെ ദൈവശാസ്ത്രവും ഈ പിതാക്കന്മാരുടെ ദൈവശാസ്ത്രവും പ്രീ നൈസിയൻ ഫാദേഴ്സുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് പഠിച്ചാൽ ഞങ്ങളുടെ ദൈവശാസ്ത്രത്തോട് ഇവരുടെ ദൈവശാസ്ത്രം നിങ്ങളുടെ ദൈവശാസ്ത്രത്തോട് ചേരുന്നതിനേക്കാൾ ചേർന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പിതാക്കന്മാരെ കോട്ട് ചെയ്യുന്നത്. ഇനിയും കേട്ടോണം, ഇവിടെ പാരഡോസിസ് എന്നൊരു പദം പറഞ്ഞു. ഈ പാരഡോസിസ് എന്ന പദം അഥനേഷ്യസ് ഉപയോഗിച്ച് പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അദ്ദേഹം തൻ്റെ ആ ഡിബേറ്റിൽ തന്നെ പറയുന്ന കാര്യമാണ്, ഹോളി സ്ക്രിപ്ചർ ഈസ് അപ്പോസ്റ്റോലിക് പാരഡോസിസ്. ഒരു ഡൂവൽ ട്രഡീഷൻ അഥനേഷ്യസ് പറയുന്നില്ല, ഹോളി സ്ക്രിപ്ചർ മാത്രമാണ് അപ്പോസ്തോലിക പാരമ്പര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ ഡിബേറ്റിൽ ഒരിടത്ത് പോലും പ്ലൂറൽ ട്രഡീഷൻസിനെ പറ്റി അഥനേഷ്യസ് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ട്രഡീഷൻസ് ഉള്ളതായിട്ട് അഥനേഷ്യസ് പറയുന്നില്ല. ഇനിയും
ഐറേനിയസിലേക്ക് നമുക്ക് വരാം. എനിക്ക് വളരെ മണിക്കൂറുകൾ പറയാനായിട്ട് കഴിയും ഈ കാര്യങ്ങൾ. അപ്പോസ്റ്റോലിക് ഫെയ്ത്തിനെ പറ്റി ഐറേനിയസ് പറയുകയാണ്. ഇവിടെ ഫെയ്ത്തിനെ പറ്റി മുമ്പേ പ്രസന്റ് ചെയ്തപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോസ്റ്റോലിക് ഫെയ്ത്തിനെ പറ്റി അഥനേഷ്യസ് പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോസ്റ്റോലിക് ഫെയ്ത്ത് ഹാഡ് ബീൻ സേഫ് ഗാർഡഡ് ബൈ ബീയിങ് പെർമനന്റ്ലി റിട്ടൺ ഇൻ ഹോളി സ്ക്രിപ്ചർ. അപ്പോസ്തലന്മാരുടെ വിശ്വാസമാണ് നിത്യമായി അവര് ഹോളി സ്ക്രിപ്ചറിൽ നമുക്ക് എഴുതി നൽകിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഐറേനിയസ് ട്രഡീഷൻ എന്നൊരു വാക്ക് ഒരിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആ ട്രഡീഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഐറേനിയസ് അവിടെ തന്നെ പറയുന്നുണ്ട്: വൺ ഗോഡ്, വൺ ഫെയ്ത്ത് എന്ന് പറഞ്ഞ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ സമ്മറി, അല്ലെങ്കിൽ അതിനെ റെഗുലാ ഫിഡെ എന്ന് വിളിക്കും. ആ റെഗുലാ ഫിഡെ അങ്ങോട്ട് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതാണ് നമ്മുടെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ ഈസ് അവർ ട്രഡീഷൻ എന്നാണ് ഐറേനിയസ് പറഞ്ഞത്. തെർത്തുല്യന്റെ ഒരു വാചകം കൂടെ കൊണ്ടുവരാം. തെർത്തുല്യൻ പിന്നീട് വഴിതെറ്റിപ്പോയിരിക്കാം, പക്ഷേ തെർത്തുല്യന്റെ എല്ലാ പഠിപ്പിക്കലിനെയും സഭ ഒരിക്കലും കണ്ടം ചെയ്തിട്ടില്ല. തെർത്തുല്യൻ പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന്റെ ആ ട്രഡീഷൻ ആൻഡ് റിട്ടൺ സ്ക്രിപ്ചറിനെ പറ്റി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഓറൽ പ്രീച്ചിങ് ഓഫ് ദ സ്ക്രിപ്ചർ വാസ് റിട്ടൺ ഡൗൺ ഇൻ സ്ക്രിപ്ചർ. നമ്മൾ ഈ ട്രഡീഷൻ സ്ഥാപിക്കാനായിട്ട് കൊണ്ടിരുന്ന ഓൾട്ടർനേറ്റീവ് ഇതിന് മേളിലുണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട് കൊണ്ടിരുന്ന പദങ്ങളുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവിടെ ആയിരുന്നപ്പോൾ നിങ്ങൾ കേട്ടത്, ഈ പദങ്ങളെയൊക്കെ എടുത്തിട്ടാണ് ഈ അഖിലാണ്ടത്തിലെ സകല ട്രഡീഷനും അതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ തെർത്തുല്യന്റെ ഇന്നത്തെ തിയോളജിയന്മാരുടെ വാക്കിനേക്കാൾ ഏർലി ക്രിസ്ത്യാനിറ്റിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന തെർത്തുല്യന്റെ വാക്കുകൾ കേട്ടോളൂ. അവരന്ന് ഓറൽ പ്രീച്ചിങ് ഓഫ് ദ സ്ക്രിപ്ചർ വാസ് റിട്ടൺ ഡൗൺ ഇൻ സ്ക്രിപ്ചർ. അവരെന്താണോ പ്രസംഗിച്ചത് അതാണ് എഴുതി നൽകിയത്. ഐറേനിയസിന്റെ ഒരു കോട്ടോടെ ഞാൻ എടുത്തു പറയാം: അവരാദ്യം വാമൊഴിയായി പറയുകയും പിന്നീട് നമുക്കത് എഴുതി നൽകുകയും ചെയ്തു. ഇതാണ് നമ്മുടെ അതോറിറ്റി. തെർത്തുല്യൻ വളരെ ആധികാരികമായിട്ട് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്: സ്ക്രിപ്ചർ ഹാസ് ദ അബ്സല്യൂട്ട് അതോറിറ്റി. അഗൈൻസ്റ്റ് ഹെറസീസ് എന്ന ബുക്കാണ്, പിന്നാലെ റെഫറൻസ് ചോദിച്ചാൽ പറയുന്നതായിരിക്കും. സ്ക്രിപ്ചർ ഹാസ് ദ അബ്സല്യൂട്ട് അതോറിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് സോളാ സ്ക്രിപ്റ്റൂറ. ദർ ഇസ് നോ, ഈ ഡൊസറ്റിസമായിട്ട് നടക്കുന്ന അവിടുത്തെ ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ദുരുപദേശത്തെ ഖണ്ഡിക്കാനായിട്ട് തെർത്തുല്യൻ ആ ഡൊസറ്റിസത്തിന്റെ ആർഗ്യുമെന്റിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞ കാര്യം ഇതാണ്: ദർ ഈസ് നോ എവിഡൻസ് ഓഫ് ദിസ് ബിക്കോസ് സ്ക്രിപ്ചർ സേസ് നത്തിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ടീച്ചിങ്ങിനെ പറ്റി തെർത്തുല്യം പറയുകയാണ്, നിങ്ങൾ പറയുന്നതിന് ഒരു തെളിവുമില്ല, കാരണം സ്ക്രിപ്ചറിൽ ഇതിനെപ്പറ്റി പരാമർശമില്ല. ദിസ് ഈസ് സോളാ സ്ക്രിപ്റ്റൂറ. ഐറേനിയസ് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയും ഇതിന്റെ ഒരു ഷിഫ്റ്റ് എന്നുള്ളത് ബേസിലിന്റെ കാലമാണ്. സെന്റ് ബേസിലാണ് ആദ്യമായിട്ട് ഡുവൽ ട്രഡീഷൻ പറയുന്നത്. നിങ്ങൾ 4-ാം നൂറ്റാണ്ടിൽ പിന്നാലെ സമയമുണ്ടെങ്കിൽ പറയാം. ഈ സെന്റ് ബേസിൽ രണ്ട് ട്രഡീഷൻസ്, അല്ലെങ്കിൽ എഴുതപ്പെട്ട ട്രഡീഷനും അൺറിട്ടൺ ട്രഡീഷൻസും ഉണ്ടെന്ന് പറയുന്നു. വേറെ ആരും അതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ജോൺ ക്രിസ്റ്റോസ്റ്റം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് തെസ്സലോനിയൻസ് 2:15 ആദ്യമായിട്ട് രണ്ട് ട്രഡീഷനാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിൽ ജോൺ ക്രിസോസ്റ്റമാണ്. പക്ഷെ ബേസിൽ 2 ട്രഡീഷൻ പറയുമ്പോഴും അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ ബേസിൽ അവിടെ പറയുന്നതിൻ്റെ ആ ട്രഡീഷൻ എന്നാണെന്ന് അറിയാമോ? അവിടെ പറയുന്ന ഒരു മിസ്റ്ററി ഉണ്ടെന്നും പറഞ്ഞാണ് പറയുന്നത്. അത് ലോർഡ് സപ്പറിന്റെ കാര്യവും സ്നാനത്തിന്റെ കാര്യവുമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ഈ പിതാക്കന്മാരെ, അപ്പോളജറ്റിക് ഫാദേഴ്സിനെയോ അപ്പോസ്റ്റോലിക് ഫാദേഴ്സിനെയോ ഏർലി ചർച്ച് ഫാദേഴ്സിനെയോ പ്രീ നൈസിയം ഫാദേഴ്സിനെയോ അതിനുശേഷം വരുന്ന ചില ആളുകളെയൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സോളാ സ്ക്രിപ്റ്റൂറായാണ്, സ്ക്രിപ്ചറാണ് ഞങ്ങളുടെ ഫൈനൽ അതോറിറ്റി, ഞങ്ങളുടെ പാരമ്പര്യം സ്ക്രിപ്ചറാണ്, ഞങ്ങളുടെ റെഗുലാ ഫിഡെ സ്ക്രിപ്ചറാണ്, ഇതിൻ്റെ അപ്പുറത്തോട്ട് ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ പറയുന്ന സീക്രട്ട് ട്രഡീഷൻ ഞങ്ങൾക്കില്ല എന്നാണ് ഐറേനിയസ് അന്നത്തെ നോസ്റ്റിക് വാലന്റൈൻ നോസ്റ്റിസസിനോട് പറഞ്ഞത്. നിങ്ങൾക്കാണ് സീക്രട്ട് ട്രഡീഷൻ ഉള്ളത്, ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആയ ഞങ്ങൾക്ക് സീക്രട്ട് ട്രഡീഷൻ ഇല്ല, പബ്ലിക് ട്രഡീഷൻ എന്നാണ് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയും ഇപ്പോൾ പൊതുവെയുള്ള ആക്ഷേപം ഈ സോളാ സ്ക്രിപ്റ്റുറ എന്ന വാക്ക് റിഫോമേഴ്സ് ആണ് ആദ്യം പറഞ്ഞത് എന്നുള്ളതാണ്. അത് ആ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് റോമൻ കാത്തലിക്കിലെ ഡോക്ടർ തോമസ് അക്വിനാസ് ആണ്. ചർച്ച് ഹിസ്റ്ററി ഡോക്ടർ എന്ന് വിളിക്കുന്ന തോമസ് അക്വിനാസ് ആണ്. യോഹന്നാന്റെ സുവിശേഷം ആ ഗോസ്പൽ ഓഫ് ജോൺ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ലെക്ചർ നമ്പർ 6, ഞാൻ അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ച് കേൾപ്പിക്കാം, 2 മിനിറ്റ് കൊണ്ട് അത് തീരും. എൻ്റെ കേൾവിക്കാർ ശ്രദ്ധയോടെ ഈ
പദം കേൾക്കണം. സോളാ സ്ക്രിപ്റ്റുറ എന്ന പദം ആദ്യമായിട്ട് ആ ടേം ഉപയോഗിക്കുന്നത് റോമൻ കാത്തലിക് തിയോളജിയനായിട്ട് റോമൻ കാത്തോലിസിസം കൊണ്ട് നടക്കുന്ന ഡോക്ടർ തോമസ് അക്വിനാസ് ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആ 6ാമത്തെ ലെക്ചറിലെ ആ ഭാഗം, അതിന്റെ 1ാം ഭാഗത്തിന്റെ 1:8 ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു മിനിറ്റ് കൺക്ലൂഡ് ചെയ്യണേ. Okay, thank you. പെട്ടെന്ന് കേട്ടോളൂ. We should note that although many have written about Catholic truth, there is a difference among them. Those who wrote the canonical scriptures, such as the evangelists and the apostles and the like, so constantly and firmly affirm this truth that it cannot be doubted. Thus John says, we know that his testimony is true. If anyone is preaching to you a gospel contrary to that which you received, let him be anathema. എന്നിട്ട് പറയുന്ന വാചകം കേട്ടോണം. The reason for this is that canonical scripture alone is the rule of faith. Canonical scripture alone is the rule of faith. That is sola scriptura. അതിന്റെ ലാറ്റിനിലെ ഭാഗം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സോള കാനോനിക്ക സ്ക്രിപ്റ്റുറ എസ്റ്റ് റെഗുലാ ഫിഡെ. ഇനിയും കേട്ടല്ലോ, സഭാചരിത്രത്തിൽ മാർട്ടിൻ ലൂതർ അല്ല ഈ പദം പറഞ്ഞത്, ഡോക്ടർ തോമസ് അക്വിനാസ് ആണ് ഈ ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിന്റെ അതേ അർത്ഥത്തിൽ ഇതാണ് ഞങ്ങളുടെ അതോറിറ്റി, ഇതാണ് ഞങ്ങളുടെ ട്രഡീഷൻ, ഇതാണ് ഞങ്ങളുടെ ഫൈനൽ അതോറിറ്റി എന്ന് ഉപയോഗിച്ചത് ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ യേശുവും അപ്പോസ്തലന്മാരും അതിനുശേഷം വരുന്ന അപ്പോസ്റ്റോലിക് ആൻഡ് അപ്പോളജിസ്റ്റ് ചർച്ച് ഫാദേഴ്സ് അതിന്റെ വിശദീകരണം പറഞ്ഞു. ആ ടേം സഭാചരിത്രത്തിൽ ഉപയോഗിക്കുന്നത് തോമസ് അക്വിനാസ് ആണ്. സോള കാനോനിക്ക സ്ക്രിപ്റ്റുറ എസ് റെഗുലാ ഫിഡെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സത്യത്തിലേക്ക് മടങ്ങി വരണം. സോളാ സ്ക്രിപ്റ്റുറായും സോളോ സ്ക്രിപ്റ്റുറായും രണ്ടും രണ്ടാണ്. സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ ഈസ് ദ ഫൈനൽ ആബ്സല്യൂട്ട് ഇൻഫാലിബിൾ അതോറിറ്റി ഫോർ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ്. ഇതാണ് സോളാ സ്ക്രിപ്റ്റുറ. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു വെരി മച്ച്. അടുത്ത റിബട്ടൽ 20 മിനിറ്റ് കാത്തലിക് സൈഡിൽ നിന്നാണ്. ശരിയല്ലേ അജിത് ബ്രദറെ? ഒന്ന് കൺഫ്യൂഷൻ വരുമ്പോഴാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. കാത്തലിക് സൈഡിൽ നിന്നല്ലേ? ഓക്കെ, റൈറ്റ്. ആരാണ് പ്രസന്റ് ചെയ്യുന്നത്? ജിൻഡോ ബ്രദർ ആണോ അതോ? ഞാനാണ്. ഓക്കെ, കേൾക്കാലോ അല്ലേ? കേൾക്കാം ബ്രദറെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളെ കേൾക്കുന്ന ഓരോ മക്കൾക്കും സത്യം മനസ്സിലാക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ കടന്നു വരണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ലാസ്റ്റ് പറഞ്ഞ വചനം, അതായത് ബൈബിൾ പ്ലസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞതോടുകൂടി ഞങ്ങളുടെ അതേ രീതിയിലേക്ക്, അതായത് ബൈബിൾ പ്ലസ് ട്രഡീഷൻ എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുക. കാരണം ഇവർക്ക് പ്രാക്ടീസ് എന്ന് പറയാൻ 100 കൊല്ലത്തെ പരിചയമുള്ളൂ. അത് കാരണം പ്രാക്ടീസ് ആയിരിക്കുകയാണ്. ഒരു 1000 കൊല്ലത്തെ പരിചയമായി കഴിഞ്ഞാൽ പിന്നെ അതൊരു പാരമ്പര്യം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരും. അത്രയുള്ള ഒരു വിഷയം. അപ്പോൾ ഈ ലെവലിലേക്ക് 100 കൊല്ലം കൊണ്ട് തന്നെ വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു പ്രാക്ടീസ് നിലവിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഇപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഓരോ കാര്യം പറയുകയാണെങ്കിൽ, ജിനുബുദർ പറഞ്ഞൊരു സംഭവമാണ് ആദ്യം പറയുന്നത്. ജിനുബുദർ ഇവിടെ പറഞ്ഞു, തിരുവെഴുത്ത് വ്യാഖ്യാനം എങ്ങനെയാണ്, ആ തിരുവെഴുത്ത് വ്യാഖ്യാനം സഭയ്ക്ക് മുകളിലാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന് മുകളിലാണെങ്കിൽ അതിനാണ് ഞങ്ങൾ കണ്ടം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അത് ആര് തീരുമാനിക്കും? അതാണ് അടുത്ത ചോദ്യം. ഈ തിരുവെഴുത്തിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, ഏത് വിശ്വാസത്തിന് മീതേക്കാണ് പോകുന്നത്, അത് തെറ്റായ വ്യാഖ്യാനമാണ് എന്ന് ആര് വ്യാഖ്യാനിക്കും? അത് സഭ വ്യാഖ്യാനിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ സഭ പഠിപ്പിച്ച കാര്യങ്ങൾ, അത് യേശുവിൽ നിന്ന് പകർന്നു കിട്ടിയ കാര്യങ്ങൾ, അതിന് നേരെ ഘടകവിരുദ്ധമായി എനിക്ക് മനസ്സിലായത്, ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ തിയോളജി അനുസരിച്ച് പല പെന്തോസ് പാസ്റ്റർമാർ ഉപയോഗിക്കുന്ന വചനം വായിച്ച് വ്യാഖ്യാനിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായത് എന്റെ തിയോളജി അനുസരിച്ച്. എന്തുകൊണ്ടാണ് ഈ പദം ഉപയോഗിക്കേണ്ടി വരുന്നത്? ബൈബിൾ വായിക്കുന്നു, തനിക്ക് എന്ത് തോന്നുന്നു അത് പറയുന്നു, അത് പറഞ്ഞിട്ട് ഇതാണ് എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നു. പുതിയ വാദഗതികളും പുതിയ പ്രബന്ധങ്ങളും അവതരിപ്പിക്കുന്നു. ഇതെല്ലാം യേശു പറഞ്ഞതാണോ? അപ്പസ്തോലന്മാർ ചിന്തിച്ചതാണോ? അപ്പസ്തോലിക പിതാക്കന്മാർ ചിന്തിച്ചതാണോ? സഭാപിതാക്കന്മാർ ചിന്തിച്ചതാണോ? ഈ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലായിട്ട് ആരെങ്കിലും പഠിപ്പിച്ചതോ ചിന്തിച്ചതോ ആണോ? അല്ല. പിന്നെ ഇത് എങ്ങനെയാണ് ഇവർ
സഭയ്ക്ക് മുകളിലാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിന്, യേശു നൽകിയ വിശ്വാസത്തിന് മുകളിലാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത്. ഇതാണ് ചോദ്യം. സോള സ്ക്രിപ്ചുര മതി എന്ന് നിങ്ങൾ പറഞ്ഞു, ശരി. സ്ക്രിപ്ചർ പ്ലസ് അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളത്, ഓക്കെ. പക്ഷെ അത് ആര് തീരുമാനിക്കും എന്നിടത്താണ് നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് കൂടി പുതിയൊരു സഭാ പാരമ്പര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം. ഉദാഹരണം, റാപ്ചർ തിയറി യേശുവിന് അറിയില്ല, അപ്പസ്തോലന്മാർക്ക് അറിയില്ല, അപ്പസ്തോല പിതാക്കന്മാർക്ക് അറിയില്ല, സഭാപിതാക്കന്മാർക്ക് അറിയില്ല. 1840 ഒരാൾ ബൈബിൾ ഇരുന്ന് വായിച്ചു, അയാൾക്ക് തോന്നിയ ആശയങ്ങൾ എഴുതിയുണ്ടാക്കി. അതിനുശേഷം അദ്ദേഹം പറയാണ് ഇതാണ് ലോകാവസാനം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ? ഇവിടെയാണ് സോള സ്ക്രിപ്ചറിന്റെ പരാജയം, നിങ്ങളുടെ പരാജയം. നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? സഭാപിതാക്കന്മാർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എന്ത് പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കണമായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിന്റെ ഉറവിടം? അതാ പറയുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ബൈബിളിൽ സോള സ്ക്രിപ്ചറ എന്ന രീതിയിലാണ് ഉപയോഗിച്ചത്, പഴയ തിരുവെഴുത്ത് മാത്രം നോക്കിയിട്ടാണ് ഉപയോഗിച്ചത്? അല്ല. കാരണം പറഞ്ഞുതരാം. ബൈബിളിലെ പല കാര്യങ്ങളും തിരുവെഴുത്തെന്ന് പറയുന്നത് ഈ പറയുന്ന പഴയ നിയമത്തിൽ കാണാൻ സാധിക്കില്ല. ഉദാഹരണം, മത്തായി 2:23 നസ്രായൻ എന്ന് വിളിക്കപ്പെടും, അത് പഴയ നിയമത്തിലുണ്ടോ? ഇല്ല. യോഹന്നാൻ 10:22 ജെറുസലേമിലെ പ്രതിഷ്ഠയുടെ തിരുനാൾ എന്ന് കാണുന്നു, പ്രതിഷ്ഠ തിരുനാൾ പഴയ നിയമത്തിലുണ്ടോ? ഇല്ല. 2 തിമോഥെയോസ് 3:8 യാനസും യാംബ്രസും മോശയെ എതിർത്തു എന്ന് കാണുന്നു, അത് പഴയ നിയമത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റില്ല. യൂദാസ് 1:14 ആദത്തിന്റെ 7ാം തലമുറക്കാരൻ ഹെനോക്ക് പ്രവചിച്ചത് ഇവരെ കുറിച്ചാണ് കണ്ടാലും എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. ആ വചനം നിങ്ങൾക്ക് പഴയ നിയമത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റില്ല. യൂദ 1:9 മിഖായേൽ മാലാഖ മോശയുടെ ശരീരത്തിനായി പിശാചിനോട് തർക്കിച്ചു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കില്ല. അപ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകൾ എന്ന രീതിയിൽ ബൈബിൾ പുതിയ നിയമത്തിൽ അവതരിപ്പിക്കുന്ന പലതും നിങ്ങൾ പറയുന്ന 39 പുസ്തകങ്ങളിൽ നിന്നുള്ളതല്ല, അത് പാരമ്പര്യത്തിൽ നിന്നും കൂടിയുള്ളതാണ്. ഇനി യേശു പഠിപ്പിച്ച വിഷയം നേരത്തെ പറഞ്ഞല്ലോ, മത്തായി 22-ാം അധ്യായത്തിലെ സദൂക്കായരോട് പറയുന്ന ഒരു ഡയലോഗ്. അവിടെയുള്ള സംവാദം എന്താ? സോള സ്ക്രിപ്ചർ മതി എന്ന് അവരുടെ നാട്ടിൽ വിചാരിക്കുന്ന സദൂക്കായരും അല്ല പാരമ്പര്യം കൂടെ വേണം എന്ന് പറയുന്ന ഫരിസേയരും തമ്മിലുള്ള തർക്കത്തിന്റെ ഉത്തരമാണ് യേശുവോട് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്ന വിശദീകരിക്കുന്നങ്ങൾ ദൈവത്തിന് ശക്തി അറിയാത്തതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് വിഷയം? വിഷയം ശരീരങ്ങളുടെ ഉയർപ്പ്, പുനരുത്ഥാനത്തിലുള്ള ശരീരങ്ങളുടെ ഉയർപ്പ്. യേശു അതിൽ വിശ്വസിക്കുകയും ശരീരങ്ങളുടെ ഉയർപ്പിനെ പറ്റി വെളിപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും പഴയ നിയമത്തിൽ ശരീരങ്ങളുടെ ഉയർപ്പ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ സാധിക്കുമോ? നമ്മൾ മരിച്ചുപോയി ശരീരങ്ങൾ ഉയർക്കും ഉയർത്താന ദിവസം എന്ന് പറയുന്ന ഏതെങ്കിലും പഴയ നിയമ കോട്ടിങ് കാണിക്കാൻ സാധിക്കുമോ? കാണിക്കില്ല. എന്താ കാരണം? അത് യഹൂദന്മാരുടെ പാരമ്പര്യത്തിലുള്ളതാണ്. അപ്പൊ യേശു പാരമ്പര്യത്തെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ക്രിപ്ചർ പ്ലസ് പാരമ്പര്യം, ഇതാണ്. സ്ക്രിപ്ചറാണ് അടിസ്ഥാനം, അത് ഞങ്ങളും വിശ്വസിക്കുന്നു. ബൈബിളാണ് അടിസ്ഥാനം, ഞങ്ങളും വിശ്വസിക്കുന്നു. ബൈബിൾ VS പാരമ്പര്യമല്ല. ബൈബിളും പാരമ്പര്യവും തമ്മിൽ ഓപ്പോസിറ്റ് അല്ല. ഞങ്ങൾ പറയുന്നത് ബൈബിൾ പ്ലസ് പാരമ്പര്യമാണ്. ഇത് മനസ്സിലാക്കണം. അല്ലാതെ ബൈബിളിനെതിരെയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ വിശുദ്ധലിഖിതങ്ങളെ പറ്റി പറയുന്ന മനോഹരമായ വചനങ്ങൾ ഞങ്ങളും അംഗീകരിക്കുന്നു. കാരണം വിശുദ്ധലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്, അത് ഞങ്ങൾക്കും അറിയാം. എന്നാൽ ഈ വിശുദ്ധലിഖിതങ്ങൾക്ക് അപ്പുറത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ? അതാ ചോദ്യം. നിങ്ങൾ പറഞ്ഞു പത്രോസും യോഹന്നാനും ഒക്കെ പഠിപ്പിച്ചത് പഴയ നിയമ കോട്ടിങ്ങൾ വെച്ചുകൊണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അല്ല, പഴയ നിയമ കോട്ടിങ്ങൾ വെച്ചുകൊണ്ട് യേശുവിന്റെ മിശിഹയാണ് എന്നവർ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പഴയ നിയമം പഠിപ്പിക്കാനല്ല ക്രിസ്ത്യാനിറ്റി ഉണ്ടായിട്ടുള്ളത്. പഴയ നിയമത്തിന്റെ മുഴുവൻ ഘടകവിരുദ്ധമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ പൂർത്തിയാക്കലായിട്ടാണ് യേശു പഠിപ്പിച്ചത്. ആ പഠനമാണ് അപ്പസ്തോലന്മാർ പറയുന്നത്. അതാണ് 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നത്. എന്താ പറഞ്ഞത്? ആദ്യം മുതലുണ്ടായിരുന്നു ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ആ ജീവന്റെ വചനം യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഇവിടെ എഴുതിയ വചനത്തെ പറ്റി പറയുന്നതേ ഇല്ല. യേശു ക്രിസ്തു എഴുതിയിട്ട് ഒരു പുസ്തകം പോലും അപ്പസ്തോലന്മാർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ അപ്പസ്തോലന്മാർ എന്താ പറയുന്നതും പഠിപ്പിക്കുന്നതും? യേശുവിൽ നിന്ന് അവർ കേട്ടത്, യേശുവിൽ നിന്ന് അവർ കണ്ടത്, യേശു അനുഭവിച്ച വചനത്തെ പറ്റി പറയുന്നത്. ഇതിനെയാണ് പാരമ്പര്യം പ്ലസ് വചനം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, AD 30 യേശു മരിച്ചു ഉത്ഥാനം ചെയ്തു. AD 47 പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം എഴുതുന്നത്. ഈ പറയുന്ന 17 കൊല്ലത്തിനുള്ളിൽ പുതിയ നിയമത്തിന്റെ ഒരു പുസ്തകം പോലും ഇല്ലാതെ പുതിയ നിയമ സംഹിതകൾ അവരെങ്ങനെ പഠിച്ചു? ഉദാഹരണത്തിന്, കണ്ണിന് പകരം കണ്ണല്ല, പല്ലിന് പകരം പല്ലല്ല എന്ന വിഷയം ഇത് യേശു പഠിപ്പിച്ചതാണ്, പഴയ നിയമത്തിലില്ല. ഈ പ്രബോധനം ആര് പറയുകയാണ്? അപ്പസ്തോലന്മാർ പറയുകയാണ്. പഴയ നിയമം നോക്കിയിട്ടാണോ പറയുന്നത്?
ഒരു പുരുഷനൊരു സ്ത്രീ മതി എന്ന കാര്യം യേശു പഠിപ്പിച്ചതാണ്. വിവാഹമോചനം പാടില്ല എന്ന കാര്യം യേശു പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വിഷയങ്ങൾ, യേശു പഠിപ്പിച്ച വിഷയങ്ങൾ, പ്രമാണത്തിന്റെ പൂർത്തീകരണം, ഇത് യേശു പഠിപ്പിച്ച വിഷയങ്ങളാണ്. ഇതൊന്നും നിങ്ങൾക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കില്ല. ഈ പറയുന്ന 17 കൊല്ലം ഈ യേശുവിന്റെ പ്രബോധനം ഇല്ലാതെയാണോ അവർ ജീവിച്ചത്? ഇനി നേരത്തെ ജേജ് സൂചിപ്പിച്ച കാര്യമാണ്, സ്തേഫാനോസ് മരിക്കുന്നതിന് മുമ്പ് 27 പുസ്തകം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അവർക്ക് എന്താണ് ഉണ്ടായത് അത് മനസ്സിലാക്കണം. അവർക്കുണ്ടായത് യേശു ക്രിസ്തു അവരെ ബറമേൽപ്പിച്ച പാരമ്പര്യങ്ങളും യേശു ക്രിസ്തു അവരെ ബറമേൽപ്പിച്ച കുദാശകളുമാണ്. അതാണ് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പറയുന്നത്, കർത്താവിന് ഞങ്ങൾക്ക് ലഭിച്ചതും ഞങ്ങൾ നിങ്ങളെ ബറമേൽപ്പിച്ചതുമായ. അതാണ് 2 കൊരിന്ത്യർ 5:18 പറയുന്നത്, കർത്താവിന് ഞങ്ങൾക്ക് ലഭിച്ച നിരപ്പിന്റെ ശുശ്രൂഷ. അപ്പോൾ അവിടെ എന്തൊക്കെയോ ബറമേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വചനത്തിന് പുറത്ത് എന്തൊക്കെയോ, വചനം പ്ലസ് വചനത്തിന് പുറത്ത് എന്തൊക്കെയോ ബറമേൽപ്പിച്ചിട്ടുണ്ട് എന്ന വസ്തു നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് സോള സ്ക്രിപ്ചുര മതി, അത് സഭയുടെ പാരമ്പര്യത്തെ വേണ്ട, സഭ ഇത്രയും കാലം പഠിപ്പിച്ചത് വേണ്ട എന്ന് പറയാൻ കാരണം, തന്നിഷ്ടപ്രകാരം വചനം വായിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള ലൈസൻസ് കിട്ടാനുള്ള ഒരു ഒരു അടവ് മാത്രമാണ് സോള സ്ക്രിപ്ചുര. സഭയുടെ ഇതുവരെ പഠിപ്പിച്ച വിശ്വാസങ്ങൾ വേണ്ട എന്ന രീതിയിലുള്ള കൺസെപ്റ്റ്. ഇനി സാംബാസ്റ്റർ പറഞ്ഞു, ജെറുസലേമിൽ സിറിൽ, ജെറോം, അത്തനേഷ്യസ്, നിക്ക, അറീനിയസ്, തെർത്തുല്യൻ, ഇവരെല്ലാം സഭയുടെ ഈ കാനൻ എടുക്കുമ്പോൾ നമുക്കറിയാം, AD 115-ലാണ് ഏകദേശം ഒരു മാർസിയൻ ബൈബിൾ ഇറങ്ങിയത്. മാർസിയനിസം സ്ഥാപിക്കാൻ വേണ്ടി ബൈബിൾ ഇറക്കി. അവിടെ നിന്നോട്ട് ഈ ക്രോഡീകരണം നടന്നിട്ടുണ്ട്, അതിൽ തിരുവഴുത്തുകൾ നോക്കുന്നുണ്ട്. എന്നാൽ ജെറുസലേമിൽ സിറിൽ ദൈവിക തിരുവഴുത്തിനെതിരെ ഞാൻ പറഞ്ഞ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജെറുസലേമിൽ സിറിലാണ് തിയോട്ടോക്കോസ് എന്ന് പറയുന്ന വാദം വെച്ചത്. AD 451-ൽ വിശുദ്ധ അത്തനേഷ്യസ് ആണ് തൃത്വം എന്ന് പറയുന്നതിന് മുൻകൈ നിന്നത്. തൃത്വം എന്ന പദം ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമോ? ബൈബിളിൽ നിന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടുവരാമെന്ന് പറയും. പക്ഷേ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, തൃത്വത്തിലുള്ള പിതാവിൽ ജനിപ്പിക്കുന്നതാണെന്നും പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ പുറപ്പെടുന്നതാണെന്നും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള റിലേഷനിൽ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് പുത്രനും പിതാവിനുമാണെന്നും, അതിലെ പരിശുദ്ധാത്മാവ് പിതാവിലും പുത്രനിലുമാണെന്ന് നിങ്ങൾക്ക് ബൈബിളിലെ സോള സ്ക്രിപ്ചർ വെച്ച് തെളിയിക്കാൻ സാധിക്കില്ല. ഇതാണ് ഒരു ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്തത് പറഞ്ഞ അത്തനേഷ്യസ് പിതാവാണ് സോള സ്ക്രിപ്ചറെ വെച്ചതെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള സോള സ്ക്രിപ്ചർ, അതായത് ബൈബിൾ അടിത്തറയിട്ടത് ഓക്കെയാണ്. കാരണം എന്താ? അപ്പസ്തോലന്മാരുടെ പ്രബോധനം അടിത്തറയിട്ടിരിക്കുന്നു. അതിനും ഇത് അപ്പസ്തോലിക പിതാക്കന്മാരുടെ പ്രബോധനമുണ്ട്, അതിനും ഇത് സഭാപിതാക്കന്മാരുടെ പ്രബോധനമുണ്ട്, അതിനും ഇത് വേദപാരംഗത്തിന്റെ പ്രബോധനമുണ്ട്. ഇതെല്ലാം ഒന്നിനോട് ഒന്ന് ചേർന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന്, ഇപ്പൊ ഒരു സൗനോസ് കൂടുകയാണെങ്കിൽ ഇത് അപ്പസ്തോലന്മാർ വിശ്വസിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഒരു പ്രബോധനം വരുമ്പോൾ ഇത് അപ്പസ്തോലന്മാർ മനസ്സിലാക്കിയ വിപരീതമാണോ അല്ലയോ? അപ്പസ്തോലന്മാർ പറയുന്ന പ്രബോധനത്തിന് എതിരാണോ അല്ലയോ? ഇതാണ് ഒരു സൂനദോസ് കൂടുമ്പോൾ ചർച്ച ചെയ്യുന്നു, തീരുമാനിക്കുന്നു. എന്നാൽ സോള സ്ക്രിപ്ചർ വെച്ചുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്തത്? പെന്തക്കോസ്തുകാർ മുഴുവൻ സഭയുടെ പാരമ്പര്യത്തിൽ, അതായത് സോള സ്ക്രിപ്ചർ വെച്ച് വചനം വെച്ചുകൊണ്ട് തന്നെയുള്ള വ്യാഖ്യാനത്തിന് മറ്റൊരു വ്യാഖ്യാന ശൈലികൾ നൽകി എന്ന് കാണാം, സ്വന്തം ഇഷ്ടം അനുസരിച്ചിട്ട്. അത് ഓരോന്നായിട്ട് പറയാം. അതിനു മുമ്പ് ആദ്യമായി സോള സ്ക്രിപ്ചർ എന്നുള്ള പദം ആഗ്രഹിച്ചൊരു ആ വിഷയം അവതരിപ്പിച്ചതാരാണ്? അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്തനേഷ്യസ് പിതാവൻ. അതിനു മുമ്പ് അത് ആദ്യമായി പുസ്തകം മാത്രം ശരി എന്ന് പറഞ്ഞ വ്യക്തി മുഹമ്മദാണ്. ഇസ്ലാമിക വേൾഡിൽ അത് ക്രിസ്ത്യൻ കൾട്ടായിട്ട് ആരംഭിച്ചപ്പോൾ താൻ ഇറക്കിയ പുസ്തകത്തിന് മീതെ മറ്റൊരു പുസ്തകം ഉണ്ടാകരുതെന്ന് കരുതിക്കൊണ്ട് ആ പുസ്തകം മാത്രം ശരി എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ഒരു രീതി കൊണ്ടുവന്നു. അതിന്റെ സ്വാധീനമാണ് ഇസ്ലാമിക വേൾഡിൽ നിന്ന് പലവിധ സ്വാധീനങ്ങൾ പ്രൊട്ടസ്റ്റന്റ് സഭകളിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ സ്വാധീന ഭാഗമായിട്ടാണ് ഇതേ രീതിയിൽ ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതേ രീതിയിൽ ബൈബിൾ വ്യാഖ്യാനിക്കുക എന്ന ശൈലിയിലേക്ക് കടന്നു വന്നത്. ഇനി ഇങ്ങനെ വ്യാഖ്യാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു അത് മനസ്സിലാക്കണം. ഇങ്ങനെ വ്യാഖ്യാനിച്ചപ്പോൾ സബോർഡിനിസം വന്നു. യേശു ക്രിസ്തു പറയുന്നുണ്ട്, പിതാവ് എന്നേക്കാൾ വലിയവനാണ്, ഏകസത്യമായ ദൈവത്തെയും അടുത്ത പുത്രനായ യേശുവിനെയും അറിയുക എന്നുള്ള നിത്യജീവൻ, യോഹന്നാൻ 17:3. ഈ 2 വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പെന്തക്കോസ്ത് സഭകളിലേക്ക് സബോർഡിനിസം കടന്നു വന്നു, വണ്ണസ് പെന്തക്കോസ്തർ കടന്നു വന്നു. മോഡലിസം, ഞാനും പിതാവും ഒന്നാണെന്ന് തിരുവചനം മാത്രം എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? മോഡലിസ്റ്റുകൾ കടന്നു വന്നു. അപ്പോൾ തൃത്വം തെളിയിക്കേണ്ട ആവശ്യകതയും ബാധ്യതയും നിങ്ങൾ ഓരോരുത്തരെയും ബാധ്യതയായി മാറി. എന്നാൽ ഇതെല്ലാം തന്നെ ആദിമ നൂറ്റാണ്ടിൽ 1, 2, 3 നൂറ്റാണ്ടിൽ വന്നു കിടന്നപ്പോൾ ഇതെല്ലാം കത്തോലിക്ക സഭ പഠിക്കുകയും അങ്ങനെയല്ല അപ്പസ്തോലിക പ്രബോധനം എന്ന് മനസ്സിലാക്കുകയും തൃത്വം തെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇസ്ലാമിക വേൾഡിൽ നിന്നും മറ്റു പല വണ്ണസ് പെന്തക്കോസ്തരും കടന്നു വന്നപ്പോൾ തൃത്വമാണ് നമ്മുടെ ദൈവം,
അപ്പൊ ദൈവം തന്നെ കയ്യിൽ നിന്ന് പോവാണല്ലോ നമ്മുടെ സോള സ്ക്രിപ്ചർ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൃത്വം തെളിയിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൃത്വം തെളിയിക്കാൻ വേണ്ടി സഭാപിതാക്കന്മാരെ പഠനം എടുക്കേണ്ടി വന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? വചനം പ്ലസ് പ്രാക്ടീസ് എന്ന് താങ്കൾ പറഞ്ഞ വാക്ക് കടന്നു വന്നത്. കാരണം സഭാപിതാക്കന്മാരെ കൈവിട്ടുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുകയില്ല. അപ്പോൾ സഭാപിതാക്കന്മാർ പറഞ്ഞ ചിലതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും, സഭാപിതാക്കന്മാർ പറഞ്ഞ എല്ലാം ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന രീതിയിലേക്ക് അപ്പോഴും ഈ ബൈബിൾ തോന്നിയ പോലെ വ്യാഖ്യാനിക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ പറയുന്ന പാരമ്പര്യത്തെയും തോന്നിയ പോലെ സ്വീകരിക്കാൻ തുടങ്ങി. അതിനൊരു ഉദാഹരണമാണ് താങ്കൾ പറഞ്ഞ ജെറുസലേമിൽ സിറിയലിനെ താങ്കൾ കോട്ട് ചെയ്തപ്പോൾ സിറിയൽ പറഞ്ഞ് സഭ അംഗീകരിച്ച മജിസ്റ്റീരിയം അംഗീകരിച്ച തിയോട്ടോക്കോസ് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. എന്താ? അവിടെയും ഈ ഡബിൾ സ്റ്റാൻഡ് കളിച്ചു. ആവശ്യമുള്ളത് ബൈബിൾ എങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ പോലെ വ്യാഖ്യാനിക്കുന്നു അതേപോലെ ഇതും വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ക്രിപ്ചർ വെച്ച് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ? പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം സ്ക്രിപ്ചർ വെച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യം വേണം, അപ്പോൾ നിങ്ങൾക്ക് സഭാപിതാക്കന്മാരെ പഠനം വേണം, അപ്പോൾ മജിസ്റ്റീരിയം വേണം. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം ഇഷ്ടം അനുസരിച്ചല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിലേക്ക്, അതായത് ആവശ്യമായ കാര്യം വരുമ്പോൾ അതൊക്കെ ഈ സഭയിൽ നിൽക്കുകയും അല്ലാത്തൊക്കെ പുറന്തള്ളുകയും ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സോള സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെക്കുന്നത് ഒരിക്കലും സഭയിൽ അപ്പസ്തോലന്മാർക്ക് കൈമാറിയതോ അപ്പസ്തോലന്മാർ അവരുടെ അപ്പസ്തോല പിതാക്കന്മാർക്ക്, അതായത് അവരുടെ ശിഷ്യന്മാർക്ക് കൈമാറിയതോ അവർ സഭാപിതാക്കന്മാർ കൈമാറിയതോ അല്ല. മറിച്ച് ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഗ്യാപ്പ്. ആ ഗ്യാപ്പ് കഴിഞ്ഞാൽ 1906 പെന്തക്കോസ്താ ഉത്ഭവം, അവിടെ മുതൽ ആരംഭിക്കുന്നു പിന്നെ സഭ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉദാഹരണം സോള സ്ക്രിപ്ചർ വെച്ചുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് പിരിഞ്ഞു പോയത്. അതേ സോള സ്ക്രിപ്ചർ വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് പിരിഞ്ഞു പോയത്. അതേ സോള സ്ക്രിപ്ചർ വെച്ചുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് വണ്ണസ് പെന്തോസ്തർ പിരിഞ്ഞു പോകുന്നത്. അതേ സോള സ്ക്രിപ്ചർ വെച്ചുകൊണ്ട് തന്നെയാണ് മോഡലിസ്റ്റിൽ പിരിഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് മറുപടികളില്ല, നിങ്ങൾ പരസ്പരം സംവദിക്കുകയും കഷ്ണമാവുകയും ചെയ്യുന്നു. അതേസമയം ഇതാണ് സഭയുടെ പാരമ്പര്യത്തിൽ പറയുന്നതെന്ന് പറയുന്ന അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഇതിനെല്ലാം ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. അപ്പോഴും അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്ന രീതിയിലേക്ക് നീങ്ങിപ്പോയത്. മറ്റൊന്ന്, കുദാശകളെ പറ്റി പറഞ്ഞു എന്ന് ബേസിൽ. അതെ, എഴുതപ്പെട്ട വചനമുണ്ട്, എഴുതപ്പെടാത്ത വചനമുണ്ട്. ഈ എഴുതപ്പെടാത്ത വചനം എന്ന് ക്രിസ്തുവാണ്. ആദ്യ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് എഴുതിയ വചനമാണോ? അല്ല, എഴുതപ്പെടാത്ത വചനം. അതാണ് ബേസിൽ പറഞ്ഞത്, എഴുതപ്പെടാത്ത വചനമുണ്ട്. ആ വചനമാണ് കുദാശയായി കടന്നു വരുന്നത്, അദൃശ്യമായി കൃപാവരമായി കടന്നു വരുന്നത്. വിശുദ്ധ കുർബാന പൂർണ്ണമായും യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശുവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നതാണ് 1 Corinthians 11:27 പറയുന്നത്. അപ്പൊ വചനമാകുന്ന യേശു ക്രിസ്തു ഈ പറയുന്ന ലാസ്റ്റ് സപ്പറിലേക്ക് കടന്നു വന്നെങ്കിൽ അവിടെ ഒരു വചനം മറ്റൊരു ഫോർമേഷനായി കടന്നു വന്നിരിക്കുകയാണ് തിരുവത്താഴത്തിലേക്ക്. ആ തിരുവചനത്തെ ആ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിന്റെ സ്പിരിച്വൽ പ്രസൻസ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പലരും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയം കൂടി, അതായത് എന്താണ് ഈ എഴുതപ്പെടാത്ത വചനം എന്ന് മനസ്സിലാക്കാൻ അത് കുദാശയാണ്. ഒരു വിശ്വാസം, ഒരു കർത്താവ്, ഒരു സ്നാനം, ഇതാണ് സഭയുടെ അടിത്തറ. അല്ലാതെ ഒരു ബൈബിൾ എന്നല്ല. ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കുദാശ, ഒരു കർത്താവ്, ഒരു ദൈവം, ഇതാണ് അടിത്തറ, ഇതാണ് സഭയുടെ അടിത്തറ. ആ ഒരു വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ ഉണ്ട്. ബൈബിളിന്റെ ഒപ്പം ബൈബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ പറയുന്ന ബൈബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ പറയുന്ന പേരാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. അതാണ് അപ്പസ്തോലിക പാരമ്പര്യം എന്ന് പറയുന്നത്. അതാണ് സഭാപിതാക്കന്മാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസം, ഒരു കർത്താവ്, ഒരു സ്നാനം, ഒരു കുദാശ. സ്നാനം എന്ന് പറഞ്ഞ കുദാശ, ഇതാണ് ക്രൈസ്തവ സഭയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലവോദിക്കയിലെ സഭയിലേക്ക് എഴുതിയ ലേഖനം എന്ന് നമുക്ക് കൊളോസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലവോദിക്കയ്ക്ക് എഴുതിയ ലേഖനമുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? ലവോദിക്കയ്ക്ക് എഴുതിയ ലേഖനം നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. യോഹന്നാൻ 20:30-31 ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത വചനങ്ങൾ, എഴുതപ്പെടാത്ത യേശു ചെയ്ത പ്രവൃത്തികളുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടോ? എഴുതപ്പെടാത്ത യേശു ചെയ്തതും എന്നാൽ എഴുതപ്പെടാത്തതുമായ യോഹന്നാൻ 20:30-31 പറയുന്ന കാര്യങ്ങളുണ്ടോ? ഇല്ല. ഇത് കൂടാതെ അനേകം ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് മത്തായി സുവിശേഷത്തിൽ കാണാം. ആ ഉപമകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? ഇതൊക്കെ സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് അപ്പസ്തോലന്മാർ എന്ത് പഠിപ്പിച്ചോ ആ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്നതിന്റെ കൺക്ലൂഷൻ, യേശു ഹോൾഡ് ചെയ്തത് സോള സ്ക്രിപ്ചർ അല്ല, പാരമ്പര്യം പ്ലസ് ചെയ്തിട്ടുണ്ട്. പുതിയ നിയമ പുസ്തകങ്ങൾ പഴയ നിയമത്തെ മാത്രം കൂട്ടിയത് കൊണ്ടല്ല ഈ പറയുന്ന ഇത് പാരമ്പര്യങ്ങളെ കൂട്ടിയിട്ടുണ്ട്. AD 30 മുതൽ AD 47 വരെ ബൈബിളിൽ പുതിയ നിയമം ഒറ്റ പുസ്തകമില്ലാതെ
അപ്പസ്തോലന്മാരുടെ വാമൊഴി കേട്ടുകൊണ്ട് ആ വാചിക പാരമ്പര്യത്തെ കൊണ്ടുകൊണ്ട് ക്രിസ്ത്യാനി ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ബിഷപ്പ്, അവിടെ ഒരു അപ്പസ്തോലൻ മരിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഫസ്റ്റ് ഡീക്കൻ രക്തസാക്ഷിയായിട്ടുണ്ട്. രണ്ടുപേര്. അവരും ഈ പറയുന്ന 27 പുസ്തകം കണ്ടിട്ട് പോലുമില്ല. ഇനി ഈ AD 115 വരെ ഓരോ സഭയ്ക്കും ഓരോ പുസ്തകങ്ങളും. ഉദാഹരണത്തിന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം, പൗലോസിന് എഴുതിയ ലേഖനവും മാർക്കോസ് എഴുതിയ സുവിശേഷം മാത്രമേ റോമാക്കാരുടെ കയ്യിലുള്ളൂ. പിന്നെ അവർ പരസ്പരം കൈമാറുന്ന 1-2 പുസ്തകം ഉണ്ടാവും. അപ്പൊ ഇതേപോലെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാൻ സാധിക്കും. ലവോദിക്കയ്ക്ക് ലേഖനം, കൊളോസ്യരുടെ ലേഖനം അവരുടെ കയ്യിലുള്ളൂ. ഓരോ നാട്ടിലും ഓരോ ലേഖനം, അതെല്ലാം ആഡ് ചെയ്ത് ഒരു രൂപരേഖമാക്കിയതാണ് ബൈബിൾ. അതാരാക്കി? സഭയാക്കി. സഭ പറഞ്ഞു ഇതിൽ 73 പുസ്തകം. സഭ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതിൽ 73 പുസ്തകം ഉണ്ടാകുമായിരുന്നില്ല. സഭ പറഞ്ഞതുകൊണ്ട് 73 പുസ്തകം. തിരുവഴുത്തുകൾ സ്ഥാപിക്കുമ്പോൾ അത്തനേഷ്യസ് പിതാവ് ആദ്യമായി ഈ 46+27 പുസ്തകം വെച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് തിരുവഴുത്തുകൾ, ഇതിൽ ഉള്ളിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുവിൻ. അത്തനേഷ്യസ് പിതാവ് പറഞ്ഞു. അപ്പൊ ആര് പറഞ്ഞു? സഭ പറഞ്ഞു. നിക്ക സൂനോസിന്റെ പ്രധാനപ്പെട്ട കോൺസ്റ്റന്റിനോപ്പിൾ സൂനോസിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അത്തനേഷ്യസ് എന്നറിയാം. അദ്ദേഹമാണ് ഇത് സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചരിത്രം കിടക്കുന്നത്. അപ്പൊ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് കൊണ്ട്, ചരിത്രത്തെ തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇതിലൂടെ സോളാ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞു ലഭിക്കുന്നത്? ബൈബിൾ എടുക്കുക, എനിക്കിതിൽ നിന്ന് മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് പുതിയൊരു ദൈവശാസ്ത്രം അവതരിപ്പിക്കുക. എനിക്കിതൊന്ന് മനസ്സിലായത് റാപ്ചർ തിയറിയാണ്, എനിക്കിതൊന്ന് മനസ്സിലായത് ലോകവസാനം വരാൻ പോകുന്നു, എനിക്കിതൊന്ന് മനസ്സിലായത് എന്റെ തിയോളജി അനുസരിച്ച്. നിങ്ങൾ പലരും പറയുന്ന വാക്കുകൾ കൂട്ടി ചെയ്ത് നോക്കുക. എന്റെ തിയോളജി അനുസരിച്ച്. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ തിയോളജി? എന്റെ തിയോളജി അത് എവിടുന്ന് കിട്ടി? അങ്ങനെയാണോ പറയേണ്ടത്? അതോ യേശു പഠിപ്പിച്ച യഥാർത്ഥമായ തിയോളജിയാണ് ആവശ്യം? അപ്പൊ നിങ്ങൾക്ക് ഇത് പറയേണ്ട ഗതികേട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പാരമ്പര്യത്തെ നിഷേധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ദൈവവചനം പാരമ്പര്യത്തിന്റെ ഭാഗം തന്നെയാണ്. അതായത് കേരളമാണോ ഇന്ത്യയാണോ വലുത് എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ പറയുന്നു ഇന്ത്യയുടെ സൗന്ദര്യമാണ് കേരളം എന്നതുപോലെ പാരമ്പര്യത്തിന്റെ സൗന്ദര്യവും ശക്തിയും പ്രഭാവവുമാണ് തിരുവചനം. അല്ലാതെ പാരമ്പര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ബൈബിൾ മാത്രം എടുത്ത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പലവിധ ഹെറസുകളിലേക്ക് ഒന്നൊന്നായി ചാടിപ്പോകും. ഉദാഹരണം, മാമോദീസ വെള്ളത്തിൽ മുങ്ങി സ്വീകരിക്കണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? സ്നാനം ചെയ്യണമെന്നേ ഉള്ളൂ. വെള്ളത്തിൽ മുങ്ങി എഴുന്നേക്കണമെന്ന് ഒരാളും പറയുന്നില്ല. ഇനി AD 150 ശിശു സ്നാനം അപ്പസ്തോല പിതാക്കന്മാർ എഴുതിയ ലേഖനങ്ങളുണ്ട്. നിങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. കാരണം ബൈബിളിൽ കാണാനില്ല. അത് കാരണം ശിശു സ്നാനമില്ല. ഇനി കൈവെപ്പ്, മാമോദീസ കഴിഞ്ഞ ഉടനെ കൈവെപ്പുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിലും ആ കൈവെപ്പ് കാണാൻ സാധിക്കും. 6-ാമത്തെ വാക്യത്തിലെ അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 14-ാം തിരുവചനത്തിലും കൈവെപ്പുണ്ട്. ഞങ്ങൾ അതിനെ സ്ഥൈര്യലേപനം എന്ന് ആഘോഷിക്കുന്നു. നിങ്ങൾക്ക് കൈവെപ്പുണ്ടോ? 3 തരം കൈവെപ്പാണ് ബൈബിളിൽ കാണാൻ സാധിക്കുക, പാരമ്പര്യമായും കാണാൻ സാധിക്കും.